ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു ചിക്കൻ കറിയുടെ വീഡിയോ ഇട്ടാണ്ട് വന്നേക്കണം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, നല്ല സൂപ്പർ സാധനമാണേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ഈ കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കുറച്ച് വേണം കേട്ടോ. പിന്നെ 2 തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായിട്ട് അതിലേക്ക് പച്ചമുളകും സവാള ഇട്ട് നന്നായിട്ട് വഴറ്റാം. അപ്പോൾ ഇത് വാഴണ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട മസാല തയ്യാറാക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ, മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടി ഇടണം കേട്ടോ. പിന്നെ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി, പിന്നെ ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്, ഒരു ചെറിയ ടീസ്പൂൺ അതിടുക. എന്നിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ സവാള വാടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും നമ്മൾ അടിച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ മസാലക്കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു പീസ് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം മൂടി വെച്ച് എണ്ണ തിരിഞ്ഞ് വന്നോട്ടാ. അതുവരെ നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ. നന്നായിട്ട് ഇത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് വാട്ടാം. തക്കാളി നല്ലോണം വെന്ത് ഉടയണം കേട്ടോ. അതുവരെയും ചെറിയ തീയിൽ വെച്ചിട്ട് അടി പിടിക്കാതെ ഇളക്കി എടുക്കണേ. ഇതിലേക്ക് നമ്മൾക്ക് ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കണം. ഒരു 1.5 സ്പൂൺ ചിക്കൻ മസാല. പിന്നെ ഇതിലേക്ക് നമ്മൾക്കിനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുരുമുളകിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മസാല ഇപ്പം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് കുറച്ച് നേരം തിളപ്പിച്ചെടുക്കണേ. ഇതിലേക്ക് നമുക്കിനി ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം മൂടി വെച്ചാണ് വേവിക്കേണ്ടത്. അപ്പോൾ ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു 30-35 മിനിറ്റൊക്കെ വേവിക്കുക. പിന്നെ പീസിൻ്റെ വലിപ്പം അനുസരിച്ച് വേവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു പീസ് എടുത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം. ഓക്കെ, ബൈ.